നാടിന്റെ ഇന്നലകളെ കോർത്തിണക്കി ആത്മകഥയുമായി വനം വകുപ്പ് മുൻ ജീവനക്കാരൻ. ഓർമ്മച്ചെപ്പും നൊമ്പരത്തിപ്പൂവും ബൈസൺ വാലിക്കാരനും എന്ന പുസ്തകമാണ് KD അനിൽകുമാർ രചിച്ചത്. പുസ്തകത്തിന്റെ പ്രകാശനം സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ കൂട്ടുകാർ ഒത്തുചേർന്ന വേദിയിൽ നിർവഹിച്ചു. ബൈസൺ വാലിയിലെ കുടിയേറ്റ ജീവിതവും ബാല്യകാല സ്മരണകളും ഔദ്യോഗിക ജീവിതത്തിന്റെ ഓർമ്മകളും കോർത്തിണക്കിയാണ് ഓർമ്മച്ചപ്പും നൊമ്പരത്തിപ്പൂവും ബൈസൺ വാലിക്കാരനും എന്ന പേരിൽ KD അനിൽകുമാർ ആത്മകഥ രചിച്ചത്. ഇന്ന് കുട്ടികൾ വായനയില്ല. ഇതെന്താണെന്ന് രേഖപ്പെടുത്തി വെക്കണം. അപ്പം നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളൊക്കെ എൻ്റെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി അങ്ങനെ എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് ബൈസൺ വാലിയുടെ കഥയായി മാറി. ബൈസൺ വാലിയുടെ കഥയായി ഇവിടുത്തെ സാംസ്കാരികമായി, ഇവിടുത്തെ അമ്പലങ്ങളായി, പള്ളിയായി, അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും എഴുതി. ഓരോ രാഷ്ട്രീയ പ്രവർത്തനമായി, ഇവിടുത്തെ വായനശാലയായി, അങ്ങനെ ബൈസൺ വാലിക്കാരായി. പിന്നെ എൻ്റെ കളിക്കൂട്ടുകാരായി. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ, എൻ്റെ ജീവിതത്തിൽ നടന്ന കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളും ബൈസൺ വാലിയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും ഒക്കെ രേഖപ്പെടുത്തി വെച്ചേക്കുന്ന ഒരു ചെറിയ ഓർമ്മക്കുറിപ്പ്. അത് സാഹിത്യഭാഷയിലൊന്നുമല്ല, നാടൻ ഭാഷയിൽ, ഞങ്ങളുടെ ഭാഷയിൽ എഴുതിയേക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പ്. ബൈസൺ വാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1984 ബാച്ചിന്റെ റീയൂണിയൻ വേദിയിൽ പുസ്തക പ്രകാശനം എഴുത്തുകാരന്റെ മാതാവ് മീനാക്ഷി ദാമോദരൻ നിർവഹിച്ചു. പ്രകാശനം നടത്തുകയാണ്. ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും ഏറ്റെടുത്ത് കൈയടിച്ചുകൊണ്ട് ഈ പുസ്തക പ്രകാശനം പ്രോത്സാഹിപ്പിക്കണം. പ്രാർത്ഥനാപൂർവ്വം കൈമാറുന്നു. കോനാട്ട് പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. ഒന്ന് നമ്മുടെ വായന മാറിക്കൊണ്ടിരിക്കുക, നമ്മുടെ സാഹിത്യത്തിന്റെ ഭാവുകത്വങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വായന മരിച്ചു എന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് വായനയുടെ വ്യത്യസ്ത തലങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ അത് ഓരോരുത്തരുടെ ജീവിതങ്ങൾ, ദേശത്തിന്റെ കഥകളൊക്കെ വായിക്കാൻ വേണ്ടി പുതിയ തലമുറ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കഥ, ദേശത്തിൻ്റെ ഒരു കഥ, അതൊരു വ്യക്തിയിലൂടെ, ആ വ്യക്തിയുടെ വളർച്ചയിലൂടെ, ആ വ്യക്തിയുടെ ദുരൂഹതകളിലൂടെ, ആ വ്യക്തി അനുഭവിച്ചിരുന്ന യാതനകൾ, വേദനകൾ, സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന സംസാര ഭാഷയിലൂടെയുള്ള, ഐറേഞ്ചിയൻ ഭാഷയിലുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിക്കാനിടയായി. നാടിന്റെ അതിജീവന കഥകളാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.